ഇന്ന് നമുക്ക് ടാരോ യാഷിമ രചിച്ച കാക്കക്കുട്ടൻ ക്രോ ബോയ് എന്ന കഥ വായിക്കാം. On the first day of our village school, one of the boys was found missing. On the first day, ആദ്യ ദിവസം of our village school, നമ്മുടെ ഗ്രാമത്തിലെ സ്കൂളിലെ ആദ്യ ദിവസം. One of the boys, ആൺകുട്ടികളിൽ ഒരാളെ വാസ് ഫൗണ്ട്, കണ്ടെത്തി. മിസ്സിങ് എന്ന് പറഞ്ഞാൽ കാണാതായത്, കാണാനില്ലാത്തത്. വാസ് ഫൗണ്ട് മിസ്സിങ്, കാണാനില്ല എന്ന് കണ്ടെത്തി. നമ്മുടെ ഗ്രാമ സ്കൂളിലെ ആദ്യ ദിവസത്തിൽ ഒരു ബാലനെ കാണാനില്ലെന്ന് കണ്ടെത്തി. He had hidden himself in a cellar in the schoolhouse. He, അവൻ, in the schoolhouse, സ്കൂൾ കെട്ടിടത്തിലെ, in a cellar, ഒരു നിലവറയിൽ, had hidden himself, ഒളിച്ചിരിക്കുകയായിരുന്നു, സ്വയം ഒളിച്ചിരുന്നു. അപ്പോൾ കാണാതായ കുട്ടി എവിടെയാണ്? അവൻ സ്കൂൾ കെട്ടിടത്തിലെ ഒരു നിലവറയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. None of us knew him. Knew, അറിഞ്ഞു, അറിയാമായിരുന്നു. ഇംഗ്ലീഷിൽ നൺ എന്നത് ഒരു നെഗറ്റീവ് വാക്കാണ്. അതിൻ്റെ അർത്ഥം സന്ദർഭത്തിനനുസരിച്ച് ആരുമില്ല, ഒന്നുമില്ല, ഒട്ടുമില്ല എന്നെല്ലാമാകാം. None of us knew him. തുടക്കത്തിൽ തന്നെ നൺ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ വാചകം മുഴുവൻ നെഗറ്റീവായി മാറുന്നു. ഞങ്ങളിൽ ആർക്കും അവനെ അറിയില്ലായിരുന്നു. None of us knew him. ഞങ്ങളിൽ ആർക്കും അവനെ അറിയില്ലായിരുന്നു. He was dark and small. അവൻ ഇരുണ്ട നിറമുള്ളവനും ചെറുതുമായിരുന്നു. He, അവൻ, was, ആയിരുന്നു. He looked different from the other students. അവൻ മറ്റു വിദ്യാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തനായി കാണപ്പെട്ടു. He lived on the other side of the mountain. അവൻ മലയുടെ മറുഭാഗത്താണ് താമസിച്ചിരുന്നത്. Because of his size, he was nicknamed Chibi, which meant tiny boy. അവൻ്റെ വലിപ്പം കാരണം അവന് ചിബി എന്ന വിളിപ്പേരു നൽകി. അതിനർത്ഥം ചെറിയ കുട്ടി എന്നതായിരുന്നു. This strange boy was too scared of our teacher to learn anything. ഈ വിചിത്രനായ കുട്ടിക്ക് നമ്മുടെ അധ്യാപകനെ അത്രയും ഭയമായതിനാൽ ഒന്നും പഠിക്കാനായില്ല. This strange boy, ഈ വിചിത്രനായ കുട്ടി, was too scared, അത്രയും ഭയമായിരുന്നു, of our teacher, നമ്മുടെ അധ്യാപകനെ, too scared to learn, പഠിക്കാൻ കഴിയാത്ത അത്ര ഭയം. He was too scared to make friends with other children. He, അവൻ, was, ആയിരുന്നു, too scared, വളരെ ഭയപ്പെട്ടു, അതിയായി ഭയന്നിരുന്നു, to make friends, കൂട്ടുകാരെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സൗഹൃദം സ്ഥാപിക്കാൻ, with other children, മറ്റു കുട്ടികളുമായി. He was too scared to make friends with other children. മറ്റു കുട്ടികളുമായി സൗഹൃദത്തിലാകാൻ അവന് പേടിയായിരുന്നു. So, he was left alone at study time and play time. അതുകൊണ്ട് പഠനസമയത്തും കളിസമയത്തും അവൻ ഒറ്റയ്ക്കായിരുന്നു. He was always at the back of a class and at the end of a line. അവൻ എപ്പോഴും
ക്ലാസിൻ്റെ പിന്നിലും വരിയുടെ അവസാനത്തിലുമായിരുന്നു. ഓൾവേസ്, എപ്പോഴും, എല്ലായ്പ്പോഴും. ബട്ട് ചിബി ഫൗണ്ട് മെനി വേയ്സ് ടു പാസ് ദ ടൈം ആൻഡ് അമ്യൂസ് ഹിംസെൽഫ്. ഫൗണ്ട്, കണ്ടെത്തി, അമ്യൂസ് ഹിംസെൽഫ്, സ്വയം രസിപ്പിക്കാൻ. ബട്ട്, പക്ഷേ, സമയം കളയാനും സ്വയം രസിപ്പിക്കാനും ചിബി പല വഴികൾ കണ്ടെത്തി. He would just stare at the top of his desk for a long time. Stare at, ഉറ്റുനോക്കുക. അവൻ തൻ്റെ ഡെസ്കിൻ്റെ മുകളിലേക്ക് ഏറെ നേരം വെറുതെ നോക്കിയിരിക്കുമായിരുന്നു. Sometimes he would lie gazing at the ceiling for hours. Would lie, കിടക്കും. Gaze, ശ്രദ്ധയോടെ നോക്കുക. Sometimes he would lie gazing at the ceiling for hours. ചിലപ്പോൾ അവൻ മണിക്കൂറുകളോളം മേൽക്കൂരയിലേക്ക് നോക്കി കിടക്കുമായിരുന്നു. There were many things to interest him. The design on the shirt of a boy sitting next to him, or what he could see out of the window. അവന് കൗതുകം നൽകുന്ന പല കാര്യങ്ങളുമുണ്ടായിരുന്നു. അവൻ്റെ അടുത്തുണ്ടായിരുന്ന കുട്ടിയുടെ ഷർട്ടിലെ ഡിസൈൻ, അല്ലെങ്കിൽ ജനലിലൂടെ അവന് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം അവനിൽ കൗതുകമുണർത്തിയിരുന്നു. In the playground, Chibi would just close his eyes and listen to the wonderful sounds that came from near and far. Playground, കളിസ്ഥലം, listen, കേൾക്കുക, wonderful, മനോഹരമായ, അത്ഭുതകരമായ, near and far, അടുത്തും ദൂരത്തും. In the playground, Chibi would just close his eyes. കളിസ്ഥലത്ത് ചിബി വെറുതെ കണ്ണുകളടച്ച് listen to the wonderful sounds that came from near and far. ദൂരെ നിന്നും അടുത്തു നിന്നും വരുന്ന അത്ഭുതകരമായ ശബ്ദങ്ങൾ കേൾക്കുമായിരുന്നു. And he could hold and watch insects and grubs that most of us wouldn't touch or even look at. ഇൻസെക്ട്സ്, കീടങ്ങൾ, പുഴുക്കൾ അല്ലെങ്കിൽ ചെറുപ്രാണികൾ. ഗ്രബ്സ്, പുഴുക്കൾ, കീടങ്ങളുടെ ലാർവകൾ. ലുക്കറ്റ്, നോക്കുക. ആൻഡ് he could hold and watch insects and grubs that most of us wouldn't touch or even look at. ഞങ്ങളിൽ ഭൂരിഭാഗം പേരും തൊടാനോ നോക്കാനോ ഇഷ്ടപ്പെടാത്ത പ്രാണികളെയും പുഴുക്കളെയും അവന് കയ്യിലെടുത്തു നോക്കാൻ കഴിയുമായിരുന്നു. Everyone called him Slowpoke, even the children in the lower classes. എല്ലാവരും അവനെ സ്ലോപോക്ക് എന്ന് വിളിച്ചു, താഴത്തെ ക്ലാസ്സിലെ കുട്ടികൾ പോലും. But Slowpoke or not, Chibi came trudging to school every day. പക്ഷേ സ്ലോപോക്ക് ആണെങ്കിലും അല്ലെങ്കിലും ചിബി എല്ലാ ദിവസവും കഷ്ടപ്പെട്ട് നടന്ന് സ്കൂളിൽ വരുമായിരുന്നു. ട്രഡ്ജ്, കഷ്ടപ്പെട്ട് നടക്കുക, മന്ദഗതിയിൽ നടക്കുക. He always brought the same lunch, a bowl of rice wrapped in a radish leaf. Bought, കൊണ്ടുവന്നു, ലഞ്ച്, ഉച്ചഭക്ഷണം, wrapped, പൊതിഞ്ഞ. അവൻ എപ്പോഴും ഒരേ ഉച്ചഭക്ഷണമാണ് കൊണ്ടുവന്നിരുന്നത്, ഒരു മുള്ളങ്കിയിലയിൽ പൊതിഞ്ഞ ചോറുരുള.
Even when it rained or stormed, he still came trudging along. Storm, കൊടുങ്കാറ്റ്. മഴയോ കൊടുങ്കാറ്റോ ഉണ്ടാകുമ്പോൾ പോലും അവൻ കഷ്ടപ്പെട്ട് നടന്നു വരുമായിരുന്നു. He would then be wrapped in a raincoat made from zebra grass. Wrapped in a raincoat, മഴക്കോട്ടിൽ പൊതിഞ്ഞിരിക്കുന്ന അഥവാ മഴക്കോട്ട് ധരിച്ചിരിക്കുക. അപ്പോൾ അവൻ സീബ്ര പുല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു റെയിൻകോട്ട് ധരിച്ചിട്ടുണ്ടാകും. 5 years went by and we were in the 6th grade, the last class in school. 5 വർഷങ്ങൾ കടന്നുപോയി. ഞങ്ങൾ സ്കൂളിലെ അവസാന ക്ലാസ്സായ 6ാം ഗ്രേഡിലായി. Our new teacher, Mr. Aesop, was a friendly man with a kind smile. ഞങ്ങളുടെ പുതിയ അധ്യാപകനായ മിസ്റ്റർ ഈസോപ്പ് സൗഹൃദപരമായ സ്വഭാവവും കരുണയുള്ള പുഞ്ചിരിയുമുള്ള ആളായിരുന്നു. കൈൻഡ്, ദയയുള്ള, സ്നേഹമുള്ള. സ്മൈൽ, പുഞ്ചിരി. ഇറ്റ് വാസ് മിസ്റ്റർ ഈസോപ്പ് who changed the way we looked at ചിബി. ഞങ്ങൾ ചിബിയെ കാണുന്ന രീതി മാറ്റിയത് മിസ്റ്റർ ഈസോപ്പ് ആയിരുന്നു. മിസ്റ്റർ ഈസോപ്പ് often took his class to the hilltop behind the school. ഹിൽടോപ്പ്, കുന്നിൻ്റെ മുകൾ ഭാഗം. ബിഹൈൻഡ് ദ സ്കൂൾ, സ്കൂളിൻ്റെ പിന്നിൽ. മിസ്റ്റർ ഈസോപ്പ് പലപ്പോഴും തൻ്റെ ക്ലാസ്സിനെ സ്കൂളിന് പിന്നിലുള്ള കുന്നിൻ മുകളിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. He was pleased to learn that Chibi knew all the places where the wild grapes and wild potatoes grow. ചിബിക്ക് കാട്ടുമുന്തിരിയും കാട്ടുരുളക്കിഴങ്ങും വളരുന്ന എല്ലാ സ്ഥലങ്ങളും അറിയാമെന്നറിഞ്ഞതിൽ അദ്ദേഹം സന്തോഷിച്ചു. He was amazed to find how much Chibi knew about all the flowers in our class garden. ഞങ്ങളുടെ ക്ലാസ് ഗാർഡനിലെ എല്ലാ പൂക്കളെക്കുറിച്ചും ചിബിക്ക് എത്രത്തോളം അറിയാമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. അമേസ്ഡ്, അത്ഭുതപ്പെട്ടു. He liked Chibi's black and white drawings and tacked them up on the wall for everyone to see. അദ്ദേഹത്തിന് ചിബിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ ഇഷ്ടമായി. അദ്ദേഹം അവ എല്ലാവർക്കും കാണാനായി ചുവരിൽ പതിച്ചു വെച്ചു. ടാഗ്ഡ്, പിൻവെച്ച്, കുത്തിവെച്ചു അല്ലെങ്കിൽ തറച്ചു വെച്ചു. He also had no complaints about Chibi's handwriting. ചിബിയുടെ കൈയക്ഷരത്തെക്കുറിച്ച് അദ്ദേഹത്തിന് പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല. കംപ്ലെയിൻസ്, പരാതികൾ. ഓൺലി ചിബി കുഡ് റീഡ് ഇറ്റ്. ചിബിക്ക് മാത്രമേ അത് വായിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. മിസ്റ്റർ ഈസോപ്പ് ടാഗ്ഡ് സം ഓഫ് വാട്ട് ചിബി റോട്ട് ഓൺ ദ വോൾ. ചിബി എഴുതിയതിൽ ചിലത് മിസ്റ്റർ ഈസോപ്പ് ചുവരിൽ പതിച്ചു വെച്ചു. ആൻഡ് he often spent time talking to Chibi when no one was around. ആരുമില്ലാത്തപ്പോൾ അദ്ദേഹം പലപ്പോഴും ചിബിയോട് സംസാരിക്കാനായി സമയം ചെലവഴിച്ചു. When Chibi appeared on the stage at the talent show of that year, no one could believe his eyes. Appeared, പ്രത്യക്ഷപ്പെട്ടു. ആ വർഷത്തെ ടാലൻറ്റ് ഷോയിൽ ചിബി വേദിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആർക്കും അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഹൂസ് ദാറ്റ്? വാട്ട് ക്യാൻ ദാറ്റ് സ്റ്റുപ്പിഡ് ഡു അപ്പ് ദർ? ആരാണത്? ആ മണ്ടൻ അവിടെ എന്ത് ചെയ്യാൻ കഴിയും? ബട്ട് ദേ were astounded when Mr. Aesop announced that
ചിബി വാസ് ഗോയിങ് ടു ഇമിറ്റേറ്റ് ദ ക്രൈസ് ഓഫ് ക്രോസ്. എന്നാൽ ചിബി കാക്കകളുടെ കരച്ചിൽ അനുകരിക്കാൻ പോകുകയാണെന്ന് മിസ്റ്റർ ഈസോപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അവർ അമ്പരന്നുപോയി. അസ്റ്റൗണ്ടഡ് അമ്പരന്നു. അനൗൺസ് പ്രഖ്യാപിക്കുക. ഇമിറ്റേറ്റ് അനുകരിക്കുക. ക്രോ കാക്ക. ക്രൈസ് ഓഫ് ക്രോസ്. ദേ ഹാഡ് മോർ സർപ്രൈസസ് കമ്മിങ്. കാക്കകളുടെ കരച്ചിലോ, അവർക്കിനിയും അത്ഭുതങ്ങൾ വരാനിരിക്കുന്നുണ്ടായിരുന്നു. സർപ്രൈസ് മീൻസ് അത്ഭുതം. ചിബി അസെൻഡഡ് ദ സ്റ്റേജ്. ചിബി സ്റ്റേജിൽ കയറി. അസെൻഡഡ് ദ സ്റ്റേജ് വേദിയിലേക്ക് കയറി. ഫസ്റ്റ് ഹി ഇമിറ്റേറ്റഡ് ദ ക്രൈസ് ഓഫ് ന്യൂലി ഹാച്ച്ഡ് ക്രോസ്. ആദ്യം അവൻ വിരിഞ്ഞിറങ്ങിയ കാക്കക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അനുകരിച്ചു. ഹാച്ച് വിരിയുക. Then he imitated the cries of mother crow and father crow. പിന്നെ അവൻ തള്ളക്കാക്കയുടെയും അച്ഛൻ കാക്കയുടെയും കരച്ചിൽ അനുകരിച്ചു. He then went on to show how crows cried early in the morning. തുടർന്ന് അവൻ രാവിലെ കാക്കകൾ എങ്ങനെ കരയുമെന്ന് കാണിച്ചു. He also imitated the cries of crows which were happy or sad. സന്തോഷമുള്ളതോ സങ്കടമുള്ളതോ ആയ കാക്കകളുടെ കരച്ചിലും അവൻ അനുകരിച്ചു. Everybody's mind was taken to the far mountain side from which ചിബി came to the school. എല്ലാവരുടെയും മനസ്സ് ചിബി സ്കൂളിലേക്ക് വന്ന വിദൂര മലനിരകളിലേക്ക് പോയി. Now they could imagine exactly the far and lonely place where ചിബി lived with his family. ചിബി തൻ്റെ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന ആ വിദൂരവും ഒറ്റപ്പെട്ടതുമായ സ്ഥലം അവർക്കിപ്പോൾ വ്യക്തമായി സങ്കൽപ്പിക്കാൻ കഴിഞ്ഞു. എക്സാക്ട്ലി കൃത്യമായി, ഫാർ ദൂരെ, ലോൺലി ഒറ്റപ്പെട്ട. Then Mr. Aesop explained how Chibi had learned those calls, leaving his home for school at dawn and returning at sunset every day for 6 long years. ചിബി എങ്ങനെയാണ് ആ ശബ്ദങ്ങൾ പഠിച്ചതെന്ന് മിസ്റ്റർ ഈസോപ്പ് വിശദീകരിച്ചു. എല്ലാ ദിവസവും പുലർച്ചെ സ്കൂളിലേക്ക് വീട്ടിൽ നിന്നിറങ്ങുകയും സൂര്യാസ്തമയ സമയത്ത് തിരിച്ചെത്തുകയും ചെയ്ത 6 നീണ്ട വർഷങ്ങൾ. ലേൺഡ് പഠിച്ചു, ഡോൺ പുലർച്ചെ, സൺസെറ്റ് സൂര്യാസ്തമയം. Every one of us cried, thinking how much we had been wrong to Chibi all those long years. അത്രയും നീണ്ട വർഷങ്ങൾ ചിബിയോട് ഞങ്ങൾ എത്രമാത്രം തെറ്റായാണ് പെരുമാറിയതെന്നോർത്ത് ഞങ്ങളിലെല്ലാവരും കരഞ്ഞു. Even grown-ups wiped their eyes, saying, "Yes, yes, he is wonderful." മുതിർന്നവർ പോലും കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു, അതെ അതെ, അവൻ ഒരത്ഭുതകരമായ കുട്ടിയാണ്. ഗ്രോണപ്സ് മുതിർന്നവർ, വൈപ്ഡ് തുടച്ചു. ചിബി വാസ് ദ ഓൺലി വൺ ഇൻ അവർ ക്ലാസ് honored for perfect attendance through all the 6 years. 6 വർഷവും സ്കൂളിൽ മുടങ്ങാതെ എത്തിയതിന് ഞങ്ങളുടെ ക്ലാസ്സിൽ ആദരിക്കപ്പെട്ട ഒരേയൊരു കുട്ടി ചിബി ആയിരുന്നു. ഓണേഡ് ആദരിക്കപ്പെട്ടു. ചിബി സ്റ്റിൽ കെയിം ടു ദ വില്ലേജ്
ടു സെൽ ദ ചാർക്കോൾ ഹി ആൻഡ് ഹിസ് ഫാമിലി മെയ്ഡ്. ചിബിയും കുടുംബവും ഉണ്ടാക്കിയ കരി വിൽക്കാൻ ചിബി ഗ്രാമത്തിലേക്ക് വരുന്നത് തുടർന്നു. ബട്ട് നോബഡി കോൾ ഹിം ചിബി എനിമോർ. വി ഓൾ കോൾ ഹിം ക്രോ ബോയ്. പക്ഷേ ആരും അവനെ ഇനി ചിബി എന്ന് വിളിച്ചില്ല. ഞങ്ങളെല്ലാവരും അവനെ കാക്കക്കുട്ടൻ എന്ന് വിളിച്ചു. നോബഡി കോൾ ഹിം. ആരും അവനെ വിളിച്ചില്ല. ഹി ക്രോ ബോയ്. വി സ്റ്റിൽ ഹിയേർഡ് ഹിസ് ഇമിറ്റേഷൻ ഓഫ് എ ഹാപ്പി ക്രോ ആസ് ഹി റിട്ടേൺഡ് ഹോം എലോങ് ദ മൗണ്ടെയിൻ റോഡ്. ഹായ് ക്രോ ബോയ്. മലയോര പാതയിലൂടെ അവൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു സന്തോഷവാനായ കാക്കയെ അവൻ അനുകരിക്കുന്നത് ഞങ്ങൾ ഇന്നും കേൾക്കാറുണ്ടായിരുന്നു. ഹിയേർഡ് കേട്ടു. റിട്ടേൺഡ് തിരിച്ചു വന്നു. ആസ് ഹി റിട്ടേൺഡ് ഹോം അവൻ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ.